നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി. നമ്മുടെ രേണു സുധിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്ത പള്ളിയിലച്ചൻ ഒരു ചാനലിനോട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, രേണു സുധിക്ക് ആ സ്ഥലം കൊടുത്തിട്ട് എനിക്ക് നാണക്കേടായി, ബന്ധുക്കളെല്ലാം എന്നെ വിളിച്ച് ചീത്ത പറയുന്നു, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. ഒന്നുമില്ലല്ലോ, ഒരു പുരോഹിതനല്ലേ, സെന്റിന് 4-5 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് 6-7 സെന്റ് സ്ഥലമാണ് രേണു സുധിക്ക് കൊടുത്തത്. ഭർത്താവ് മരിച്ച വിധവയായ ഒരു സ്ത്രീക്ക് തല ചായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂര കൊടുത്തതിന് നിങ്ങൾ ഒരു പള്ളിയിലച്ചനല്ലേ? നിങ്ങൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത് ഇനിയിപ്പോ മരിച്ച് മണ്ണടഞ്ഞ് മോളി ചെന്നാലും അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. കളിയാക്കുന്നവരെല്ലാവരും കളിയാക്കും. ട്രോള് ഞാനും ട്രോളാറുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് അവരെ ഇഷ്ടമില്ല എന്നില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ, അതും ഒരു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ഥലമല്ലേ കൊടുത്തത്, അതിലൊരു വീടും വെച്ച് കൊടുത്തു. അതിന്റെ ഒരു 4 മൂലയും ഇരുന്ന് അവർക്ക് കടിച്ചിരുന്ന് തിന്നാൻ പറ്റില്ലല്ലോ. 2 മക്കളുണ്ട്. അതുകൂടാതെ അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണം. അവർക്കറിയാവുന്ന ഒരു തൊഴിൽ അഭിനയമാണ്. അവരുടെ ഒരു വീഡിയോ, അവരൊരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞാലോ അവരൊരു ചാനലിൽ വീഡിയോ ചെയ്താലോ അത് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കറിയാവുന്ന തൊഴിലല്ലേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അവരാ ഒരു തൊഴിൽ എടുക്കുന്നുണ്ട്, അവർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം അച്ഛൻ വീടല്ലേ വെച്ച് കൊടുത്തിട്ടുള്ളൂ, അവർക്കൊരു ജോലി തരപ്പെടുത്തി കൊടുത്തോ? അല്ലെങ്കിൽ അച്ഛൻ അവർക്ക് ചെലവിന് വേണ്ടി മാസം മാസം പൈസ കൊടുക്കുന്നുണ്ടോ? അച്ഛനെ ആൾക്കാർ രേണുസുധിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് ഭയങ്കര തെറ്റായി പോയി, അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ ഒരിക്കലും രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്കല്ല അച്ഛൻ സ്ഥലം കൊടുത്തത്. അച്ഛൻ കൊടുത്തത് ആ 2 കുഞ്ഞു മക്കളുടെ പേരിലാണ്. അവിടെ ഒരു വീട് വെച്ചിട്ട് അവർ താമസിക്കുന്നു. അവരൊരു അമ്മയാണ്, അവർ ജോലി എടുക്കുന്നുണ്ട്. ഇപ്പൊ നയൻതാരയാണെങ്കിലും ഹണി റോസ് ആണെങ്കിലും എടുത്തു പറയത്തക്ക നടിമാരെല്ലാവരും തന്നെ അത്യാവശ്യം എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ധരിക്കുന്നുണ്ട്, വയറ് കാണിക്കുന്നുണ്ട്. അവര് നല്ല രീതിയിൽ അത് അവരുടെ ശരീരം കാണിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ രേണുസുധി കുറച്ച് സ്കെൽറ്റാണ്. എന്തോരം ബോഡി ഷെയ്മിങ് എൻ്റെ രേണുസുധി ഇപ്പോൾ ഒരു ചാനൽ തുറന്നു കഴിഞ്ഞാൽ എന്തോരം ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ട്. എന്തിനാ? ആ പാവം ജീവിച്ചോട്ടെ. നമ്മൾ തമാശ, നമ്മൾ ട്രോള് കിട്ടുന്നത്, ട്രോളൊക്കെ ഇടുന്നത് നമുക്കൊരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ ഭാഗത്ത് തന്നെയാണ് 100% ശരി. ഭർത്താവ് മരിച്ച വിധവയാണെന്ന് വെച്ചിട്ട് വീട്ടിൽ കയറിയിരുന്ന ആരും ചെലവിന് കൊടുക്കില്ല. അപ്പൊ അച്ഛന്റെ ഇതിൽ പറയുന്നുണ്ട്, ഈ വോയിസ് റെക്കോർഡ് ചെയ്യണം, ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് എല്ലാവരും കേൾക്കണം. അച്ഛൻ ഒരു സംഭവം കൊടുത്തു. ഇപ്പൊ അച്ഛൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിന് സ്ഥലം കൊടുത്തു, അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി വഴി 5 സെന്റ് സ്ഥലം കൊടുത്തു. ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഒരു ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ അച്ഛൻ മരിച്ച 2 മക്കൾക്ക് ഒരു സ്ഥലം കൊടുക്കുക. അവർക്കൊരു ആരും അവരെ വന്ന് ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുക്കുക എന്നുള്ളത് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ്. ഇപ്പൊ അച്ഛൻ അമ്പലത്തിന് സ്ഥലം കൊടുത്താലും അമ്പലത്തിന് വഴി കൊടുത്താലും ഏത് പുണ്യപ്രവൃത്തി ചെയ്താലും കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ല പുണ്യം തന്നെ അച്ഛൻ എന്തായാലും കിട്ടും. പിന്നെ അച്ഛൻ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ മോശമായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛൻ കൊടുത്തത് ആ അച്ഛനില്ലാത്ത 2 മക്കൾക്കാണ്. കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള ലേബൽ വെച്ചോണ്ട് വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആരും അവർക്ക് ചെലവിന് കൊടുക്കില്ല. ഭക്ഷണം വേണം. ഇപ്പൊ നമുക്കൊരു കടയിൽ ചെന്നിട്ട് ഇപ്പൊ അരി വേണമെങ്കിൽ അരിയുടെ പൈസ നമ്മളവിടെ കൊടുക്കണം. അകത്തേക്ക് കഴിക്കാൻ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുത്തേ പറ്റുള്ളൂ. ഈ മരണം, ഒരു കുടുംബത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിന്റെ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അതുവരെ സഹായിച്ചിരുന്നവരൊക്കെ സഹായിക്കില്ല. പിന്നെ നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛനൊരു പള്ളിയിലെ വികാരിയാണ്. അച്ഛനെ ആൾക്കാർ വന്ന് കുമ്പസാരിക്കും. അച്ഛൻ എത്രയോ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ആ പറഞ്ഞതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛന് നാണക്കേടാവേണ്ട ഒരു കാര്യവും രേണുസുധി ചെയ്തിട്ടില്ല. വീടിന്റെ 4 മൂലയും കടിച്ചു തിന്നാലോ അല്ലെങ്കിൽ നിലത്തെ മണ്ണ് മാന്തി തിന്നാലോ ഒന്നും അവരുടെ വിശപ്പ് കേടില്ല. അപ്പൊ അതുകൊണ്ട് രേണുസുധിയോടാണ് ഇപ്പൊ രേണുസുധി ഇപ്പൊ ഇത്തിരി വയറ് കാണിച്ചുന്നോ, രേണുസുധി ഇപ്പൊ ഇത്തിരി പൊക്കിള് കാണിച്ചുന്നോ, രേണുസുധി അഭിനയിക്കാൻ പോയാലും അതൊക്കെ ഒരു അഭിനയത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഹണി റോസിന് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്ത് ഹണി റോസ് കാശ് ഉണ്ടാക്കുന്നുണ്ട്. നയൻതാര, ഇപ്പൊ ആരായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അഭിനയിച്ചാണ് ഒരു കാശ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ആവാന്നുണ്ടെങ്കിൽ രേണുസുധിക്കും ആവാം. അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് കേട്ടത് കൊണ്ട് അതിനോട് പ്രതികരിക്കാൻ പറ്റിയൊരു സമയവും കിട്ടിയില്ല. ഇപ്പൊ സമയം കിട്ടി, അതുകൊണ്ട് പ്രതികരിക്കുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.
എന്തായാലും ഇത്ര നേരം കണ്ടതിന് നിങ്ങൾക്ക് ചാനൽ, അതായത് നമ്മുടെ ചാനൽ പുതിയതാണ്, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.